സ്ക്രീൻ വിസിബിൾ ആണോ? അതെ അതെ വിസിബിൾ ആണ് നാജിയ. ഓക്കെ ഓക്കെ. ഹലോ എവ്രിവൺ, ഞാൻ നാജിയ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹൻസ്രാജ് കോളേജിൽ നിന്ന് BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ തരാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ബാക്കിയുള്ള എല്ലാ ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിലും HCU ആണെങ്കിലും എല്ലാം ഒറ്റ ക്യാമ്പസ് ആണ്. ഒരു ക്യാമ്പസിലോട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി ഏകദേശം 60ഓളം കോളേജുകളിലായിട്ട് 100ഓളം UG കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 14 ജൂലൈ വരുന്ന മൺഡേ ആണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈന്. അതൊന്ന് ആദ്യം തന്നെ ഓർമ്മയിൽ വെക്കട്ടെ. ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ തരികയാണ്. അതായത് നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ അത്രയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ NIRF റാങ്കിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2024 23 NIRF റാങ്കിങ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 10 കോളേജുകളിൽ എന്താണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു 5 or 6 കോളേജസ് ഫസ്റ്റ് 10 പൊസിഷനിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. മെയിനായിട്ട് സെന്റ് സ്റ്റീഫൻസ്, ഹിന്ദു കോളേജ്, ഹൻസ്രാജ് കോളേജ്, മിറാണ്ട ഹൗസ്, അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജസ് റാങ്കിങ്സിൽ അത്രയും മുകളിലാണ്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അത്രയും നല്ലൊരു പ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും ഒരുപാട് മലയാളീസ് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്ഡ് ആയിട്ട് ഒരുപാട് 12 LPA ഒക്കെ ഉള്ള നല്ല പൊസിഷനിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ഡൽഹി ആയതുകൊണ്ട് തന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഇന്റേൺഷിപ്സ് നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ സ്റ്റുഡൻറ് സൊസൈറ്റീസ്, അതുപോലെ കോളേജ് ഫെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കോളേജിലും നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ് സൊസൈറ്റീസ് ഉണ്ട്. ഡിബേറ്റ് സൊസൈറ്റി ഒക്കെ അത്രയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഓരോ പ്രോഗ്രാംസിലൊക്കെ സ്റ്റുഡൻറ് സൊസൈറ്റീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹിന്ദു കോളേജിലൊക്കെ മെക്ക എന്നൊക്കെ പറയുന്ന ഫെസ്റ്റിവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കെടുക്കുന്ന വലിയ കോളേജ് ഫെസ്റ്റ് തന്നെയാണ് മെക്ക. അതുപോലെ അങ്ങനെ ഓരോ കോളേജിലും യുണീക്ക് ആയിട്ട് അത്രയും വലിയ കോളേജ് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ഔട്ട്സൈഡ് കൺട്രീസിൽ നിന്നും ഒരുപാടേറെ സ്റ്റുഡൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പൊ അത്രയും ഡൈവേഴ്സ് ആയിട്ട് നമുക്ക് എന്തൊരു കാര്യത്തിനും ഡൽഹിയുടെ എക്സ്പോഷർ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ കാര്യങ്ങളിലും നമുക്ക് അത്രയും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഡൽഹി ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പൊ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കലി, കൾച്ചറലി ആൻഡ് ഹിസ്റ്റോറിക്കൽ ഒരു ഹബ്ബാണ് ഡൽഹി. അപ്പൊ നമുക്ക് ഒരുപാടേറെ അവസരങ്ങൾ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ 3-4 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മളുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും നമ്മുടെ കരിയറിലാണെങ്കിലും നമുക്ക് അത്രയും നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്രയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്നതിന്റെ ഓരോ കാരണങ്ങൾ. നെക്സ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലോട്ട് പോവാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറഞ്ഞു ഏകദേശം 69 കോളേജുകളുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ UG കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 69 കോളേജുകളിലേക്കും ഉള്ള അഡ്മിഷന് CSAS UG എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുന്നത്. CSAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് സീറ്റ് അലോക്കേഷൻ സിസ്റ്റം. ഈ ഒറ്റ പ്ലാറ്റ്ഫോം വഴിയാണ് 100ഓളം കോഴ്സുകളിലേക്ക് 60ഓളം കോളേജുകളിലായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. നമുക്കറിയാം, ഈ CSAS എന്ന് പറയുന്നത് CUET UGയുടെ മാർക്കിന്റെ ബേസിലാണ്. ഈ ഒരുപാട് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ CSASന് 3 ഫേസ് ആണ് ഉള്ളത്. ഫേസ് 1 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. സെക്കൻഡ് ഫേസ് പ്രിഫറൻസ്, അതായത് ഒരു പ്രോഗ്രാമിനും കോളേജിനും ഉള്ള പ്രിഫറൻസ് കൊടുക്കുന്നതാണ് സെക്കൻഡ് ഫേസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത്
പ്രിഫറൻസിന് അനുസരിച്ച് നമുക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യാം, നമ്മൾ അലോട്ട്മെന്റ് കിട്ടുക എന്ന് പറയുന്നത്. അതാണ് തേർഡ് ഫേസ്. അപ്പൊ ഇതിൽ നിലവില് പൊതുവെ സാധാരണ ഈ ഫേസ് 1 ആപ്ലിക്കേഷന് COT റിസൾട്ട് വരുന്നതിന് മുമ്പ് ക്ലോസ് ആവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് ക്ലോസ് ആയിട്ടില്ല. ഇപ്പൊ നിലവിൽ ഫേസ് 1ഉം ഫേസ് 2ഉം രണ്ട് പോർട്ടലും സ്റ്റുഡൻസിന് ആക്റ്റീവ് ആണ്. നമുക്ക് ഇതുവരെ ആരെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഫേസ് 1 ചെയ്യാവുന്നതാണ്. അപ്പോ നിങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മിക്ക ആൾക്കാരും ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും മിക്കവരും. അപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ഫീസ് ഞാൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഫേസ് 1 ഫേസ് 2 ക്ലോസ് ആവുന്നവരെ, അതായത് 14 ജൂലൈ വരുന്ന മൺഡേ വരെ ഫേസ് 1 രജിസ്ട്രേഷൻ ഫേസും ഓപ്പൺ ആണ്. അപ്പൊ അതിനു മുമ്പ് ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫേസ് 1ഉം കംപ്ലീറ്റ് ചെയ്യണം, ഫേസ് 2ഉം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ അക്കാദമിക് സെക്ഷൻ ഫിൽ ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്സിന്റെ ഡേറ്റ് 2025 മാർച്ച് 31 ശേഷമുള്ളതായിരിക്കണം. ഇപ്പൊ നമ്മൾ OBC NCL ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ NCLന്റെ ഡേറ്റ് മാർച്ച് 31 ശേഷം നമ്മൾ പുതുക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അക്കാദമിക് സെക്ഷൻ നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ നമ്മളൊരു കേരള സ്റ്റേറ്റ് സിലബസ് +2 പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വരാറുള്ള ഒരു ഡൗട്ടാണ്, സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് സെക്ഷനിൽ നമ്മൾ +2 മാർക്സ് ഫിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ +2യുടെ മാത്രമാണ് ഫിൽ ചെയ്യേണ്ടത്. നമ്മുടെ കേരള സിലബസിന്റെ മാർക്ക് ഷീറ്റിൽ +1ന്റെയും +2ന്റെയും ടോട്ടൽ സമ്മായിട്ട് 1200 നമ്മുടെ സ്കോർ വരാറുള്ളത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് +2യുടെ മാർക്ക് മാത്രം എടുത്തിട്ട് അത് മാത്രമാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അത് പ്രാക്ടിക്കലും അതുപോലെ നമ്മുടെ തിയറി എക്സാമിൻ്റെതും +2ന്റെ മാർക്ക് മാത്രം എടുത്തിട്ട് അത് മാത്രമാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അത് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ എറർ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷന് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ PDF ഫോർമാറ്റ് 100 to 200 KB ആണ്. അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് സെറ്റ് ആക്കുക. ഞാൻ രജിസ്ട്രേഷൻ സ്പേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഇനി ആരെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുക്കണം, പക്ഷേ ഇതിന് മുമ്പ് മറന്നുപോയവരോ വിട്ടുപോയവരോ ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ആണ്, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ്, അതായത് നമ്മൾ പ്രിഫറൻസ് ഫിൽ ചെയ്യുന്ന ഫേസ്. ഇതാണ് എല്ലാവർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഫേസ്. നമ്മൾ ഈ പ്രിഫറൻസ് ഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സബ്ജക്ട് മാപ്പിംഗ് നടത്തണം. അതായത് നമ്മൾ ഒരു കോഴ്സിന്, ഒരു പ്രോഗ്രാമിന്, ഒരു കോളേജിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് നമ്മൾ നമ്മുടെ +2 പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവണം. അതുപോലെ ആ കോഴ്സിന് ആവശ്യമുള്ള പേപ്പേഴ്സ് നമ്മുടെ COT അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്ക കോഴ്സിനും 4 പേപ്പേഴ്സ് അപ്പിയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടോട്ടല് 100-ലധികം UG കോഴ്സസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അപ്പൊ ഓരോ കോഴ്സിനും നമ്മൾ റിക്വയർ ആയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യേണ്ട പേപ്പേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മീറ്റിംഗിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രിഫറൻസ് ഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സബ്ജക്ട് മാപ്പിംഗ് നടത്തണം. നമുക്ക് നമ്മുടെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ അപ്പിയർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ പ്രിഫറൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കാം. നമുക്ക് എത്ര കോളേജ് വേണമെങ്കിലും, എത്ര കോളേജിൽ എത്ര കോഴ്സിന് വേണമെങ്കിലും നമുക്ക് CSAസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പഠിക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ള കോളേജ്, നമ്മുടെ കോഴ്സിന് അത്രയും റാങ്കിങ്ങും അക്കാദമിക്കലും ഒക്കെ അത്രയും അടിപൊളിയായിട്ടുള്ള കോളേജ് ആവണം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കോളേജിന്റെ പ്രിഫറൻസിലായിരിക്കണം അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കണം. ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
പിന്നെ നമ്മൾ ഈ phase 2 കഴിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ CUET ലോഗിൻ ID വെച്ച് നമ്മൾ CSIS പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റാങ്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു BSc ഫിസിക്സിന് ഒരു ഹൻസ്രാജ് കോളേജിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കോളേജിലും ഒരു BSc ഫിസിക്സ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു 10 കോളേജിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അതില് ഹിന്ദു കോളേജിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങളെപ്പോലെ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ആ കോളേജിൽ അപ്ലൈ ചെയ്തതിൽ നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങളുടെ റാങ്ക് എത്രയാണ് നിങ്ങളുടെ ഇതിൽ കാണിക്കും. നിങ്ങൾ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണിക്കും. അപ്പൊ അത് നമുക്കൊരു ഐഡിയ വരും. ഇപ്പൊ നമ്മള് ഒരു കോളേജിൽ ഇപ്പൊ 60 സീറ്റാണ് ഒരു കോഴ്സിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് ഒരു 100-ലും 200-ലൊക്കെ പുറമെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ഈ റാങ്ക് യൂണിവേഴ്സിറ്റി നമ്മുടെ ഡാഷ്ബോർഡിൽ റാങ്ക് പബ്ലിഷ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്ത പ്രിഫറൻസ് നമുക്ക് മാറ്റാം, വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് പുതിയ കോളേജും കോഴ്സും ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് കൊടുത്തത് റിയോർഡർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പക്ഷെ അതൊക്കെ നമ്മൾ ഈ phase 2 തീരുന്നതിന് മുമ്പ് ചെയ്യണം. ഡേറ്റ് 14th ഈ വരുന്ന മൺഡേക്ക് മുമ്പ് നമ്മൾ റാങ്ക് നോക്കിയിട്ട് ചെയ്യണം. ഇത്രയാണ് സെക്കൻഡ് ഫേസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മൾ ഒരു പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ നമ്മൾ പ്രിഫറൻസ് മാറ്റുമ്പോഴും നമ്മളിപ്പോ പ്രിഫറൻസ് റീഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ അതിന് ശേഷം സേവ് ചെയ്യണം. സേവ് ചെയ്യൽ നിർബന്ധമാണ്. സേവ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ പ്രിഫറൻസ് സേവ് ആയിട്ടുണ്ടാവില്ല, അത് പരിഗണിക്കൂല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടോപ്പ് ചോയ്സസ് വെച്ച് തുടങ്ങാം. നമ്മുടെ സൈഡിൽ 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്: ഡ്രീം കോമ്പോസ്, റിയലിസ്റ്റിക് ഓപ്ഷൻസ്, സേഫ് ചോയ്സസ്. അതായത് നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടമല്ല അത്രയും നല്ല കോളേജ് ടോപ്പ് ചോയ്സസ് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ആലോചിക്കും നമ്മുടെ മാർക്ക് വെച്ചിട്ട് അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ നോക്കുക. അതുപോലെ ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഇത്രയും പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ സേവ് ചെയ്യാൻ വിട്ടു പോകരുത്. ഈ phase 2 നമ്മളെ റാങ്കിങ് നോക്കിയിട്ട് നമ്മള് ചെയ്യണം. കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ റാങ്കിങ്സ് നോക്കിയിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഓരോ കോളേജിലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാടേറെ കോളേജുകളുണ്ട്. ഓരോ കോളേജിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ, എല്ലാ കോളേജിനും സെയിം ഫീ അല്ല. അതുപോലെ ഫീസ് സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒക്കെ എല്ലാം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ പ്രിഫറൻസ് ലിസ്റ്റ് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള BSc ഹോണേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എല്ലാ BSc ഹോണേഴ്സ് കോഴ്സുകൾക്കുള്ള മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് ആണ്. അതിപ്പോ ചിലപ്പോ നമ്മൾ ഫിസിക്സ് എടുക്കുമ്പോൾ ഫിസിക്സിന് നല്ലത് ഹൻസ്രാജിനേക്കാളും ഹിന്ദു കോളേജ് ആണ്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സ് നോക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഹിന്ദുവിനേക്കാളും ഹൻസ്രാജ് ആണ് ബെറ്റർ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഫസ്റ്റ് അതായത് അക്കാദമിക്സ് നോക്കുകയാണെങ്കിലും റാങ്കിങ്സ് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ബെസ്റ്റ് കോളേജസ് BSc ഹോണേഴ്സിനുള്ള ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഈ കോളേജസ് ആദ്യം ലിസ്റ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതല്ലാണ്ട് ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. നമുക്ക് ഇത്തിരി മാർക്ക് കുറവാണ് CUETക്ക് വെച്ച് നമുക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഒരു പക്ഷേ ഈ കോളേജസ് അത്രയും അടിപൊളി കോളേജാണ്. പക്ഷെ ബാക്കിയുള്ള കോളേജ് നല്ല കോളേജസ് ആണ്. ഞാൻ ജസ്റ്റ് പ്രിഫറൻസ് ലിസ്റ്റിൽ ബെറ്റർ ഓപ്ഷൻസ് കൊടുത്തതേ ഉള്ളൂ. അതുപോലെ ഇവിടെ BSc ഹോണേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, BCom ഹോണേഴ്സിന്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ BA ഹോണേഴ്സിന്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോഴ്സിന് ഇപ്പൊ BA എക്കണോമിക്സിന് ഏതാ ബെസ്റ്റ് കോളേജ് അങ്ങനെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞ് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഓരോ കോഴ്സിന്റെതും സെപ്പറേറ്റ് അപ്പൊ പറഞ്ഞു തരാം. പിന്നെ ഈ SRCC ഇവിടെ BA ഹോണേഴ്സിൽ കൊടുത്തിട്ടുള്ള ഈ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഈ SRCC BComനും അതുപോലെ BA കോഴ്സുകൾക്കും BA എക്കണോമിക്സ് പോലുള്ള കോഴ്സുകൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് SRCC. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഹിന്ദു കോളേജ്, ഹൻസ്രാജ് കോളേജ്, LSR, സെന്റ് സ്റ്റീഫൻസ് ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. ഈ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജ്. പക്ഷെ സെന്റ് സ്റ്റീഫൻസ് കുറച്ച് ക്രിസ്ത്യൻസിന് 50% ക്രിസ്ത്യൻസിന് റിസർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കാം. പക്ഷെ അതുപോലെ ഹിന്ദു കോളേജ്, LSR, കിരോരിമല് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്യാൻ സൂക്ഷിക്കുക.
ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഫേസ്. പ്രിഫറൻസ് ലിസ്റ്റ് മൊത്തത്തിൽ നമ്മൾ പ്രിഫറൻസ് ഫിൽ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് നമ്മുടെ ഫേസ് 2 ക്ലോസ് ആയി. അതിനുശേഷമാണ് ഫേസ് 3 ഓപ്പൺ ആവുക. ഫേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അലോക്കേഷൻ. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ നമ്മുടെ CUET സ്കോർ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യും. നമുക്ക് ഈ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ ഡൽഹി യൂണിവേഴ്സിറ്റി ഓരോ അപ്ഡേറ്റ്സും നമ്മൾ അറിയിക്കല്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം യൂണിവേഴ്സിറ്റി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല് സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡ് വഴിയാണ്. അപ്പോൾ ഈ ഫേസ് 3 ഓപ്പൺ ആകുന്ന ദിവസം തൊട്ട് നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും അഡ്മിഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡാഷ്ബോർഡിലാണ് യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്ത് നോക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് തേർഡ് ഫേസിൽ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്ത് നോക്കി. അപ്പൊ ഏതെങ്കിലും കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അലോക്കേറ്റഡ് സീറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ ഉണ്ടാവും അലോക്കേറ്റഡ് സീറ്റ്. ഒരു BSc ഫിസിക്സിൽ BSc ഹോണേഴ്സ് ഫിസിക്സ് ഹിന്ദു കോളേജ്, ഒരു BSc ഹോണേഴ്സ് ഫിസിക്സിന് ഹിന്ദു കോളേജിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയും, അതിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഹിന്ദു കോളേജിൽ ആയിരിക്കൂല വേണ്ടി വരുന്നത്, ചിലപ്പോൾ നമുക്ക് മിറാണ്ട ഹൗസിലായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് കോളേജിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് കിട്ടിയിട്ടുള്ള അലോക്കേറ്റഡ് സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്ത് നിർബന്ധമാണ്. നമ്മൾ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് നമ്മൾ റിജക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒഴിവാക്കി കളഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ മിസ്സാവും. വരുന്ന റൗണ്ടുകളിലേക്കൊന്നും നമുക്ക്, അടുത്ത അലോക്കേഷൻ റൗണ്ടിലേക്കൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്കൊരു സീറ്റ്, ഒരു അലോക്കേറ്റഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യല് നിർബന്ധമാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ, നമ്മൾ സപ്പോസ് നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യുന്നതോടെ നമ്മുടെ അപ്ലിക്കേഷൻ എവിടെ എത്തി, ആ പെർട്ടിക്കുലർ കോളേജിലെത്തി. പിന്നെ അപ്പൊ തൊട്ടാണ് ആ കോളേജ് നമ്മുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മുടെ കോളേജ് വെരിഫൈ ചെയ്യാണ്. കോളേജ് വെരിഫൈ ചെയ്യുമ്പോൾ കോളേജിന് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നൊരു കോളേജ് നമ്മുടെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും, അതല്ലെങ്കിൽ അപ്രൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ കോളേജ് വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ആ കോഴ്സിന് നമ്മുടെ എലിജിബിലിറ്റി ഓക്കെ ആണോ, നമ്മൾ വേണ്ട പേപ്പേഴ്സ്, ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം നമ്മൾ CUETക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ടോ, ഇതിന്റെ എല്ലാം ബേസിലാണ് കോളേജ് നമ്മുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ വെരിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോളേജ് റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യുന്ന റീസൺ എന്താണ് കോളേജ് കൃത്യമായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവും, എന്തുകൊണ്ട് കോളേജ് റിജക്ട് ചെയ്യും എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ഇനി സപ്പോസ് കോളേജ് നമ്മുടെ അഡ്മിഷൻ അപ്രൂവ് ചെയ്താൽ നമ്മൾ അറിയും, അതായത് നമ്മുടെ ഡാഷ്ബോർഡിൽ പറയും അപ്രൂവ് ചെയ്തിട്ടുണ്ട് കോളേജ് എന്നുള്ള സംഭവം അറിയും. അതിന്റെ കൂടെ തന്നെ ഒരു ടൈം വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കോളേജിന്റെ അപ്ലിക്കേഷൻ ഫീ പേ ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷൻ ഉറപ്പാക്കണം. നമ്മൾ കിട്ടിയിട്ടും നമ്മൾ അഡ്മിഷൻ ഫീ പേ ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാണ്ടിരുന്നാൽ നമുക്ക് ആ സീറ്റ് നഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ തേർഡ് ഫേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമുക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇനി അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കോളേജും വെരിഫൈ ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ അപ്ലിക്കേഷൻ ഫീ പേ ചെയ്ത് നിർബന്ധമാണ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ ഹയർ ഓപ്ഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഓപ്ഷൻ വെച്ച് നമ്മുടെ ഓപ്ഷൻ ഫ്രീസ് ചെയ്യാം, നമ്മുടെ അപ്ലിക്കേഷൻ ഫ്രീസ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ BSc ഫിസിക്സിന് അഡ്മിഷൻ എടുക്കണം, എനിക്ക് ഹിന്ദു കോളേജിൽ കിട്ടി. ഈ ഹിന്ദു കോളേജിന്റെ പ്രിഫറൻസ് ലിസ്റ്റിൽ സെക്കൻഡ് ആയിരുന്നു, എന്റെ ഫസ്റ്റ് ഓപ്ഷൻ സെന്റ് സ്റ്റീഫൻസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹിന്ദു കോളേജിൽ കിട്ടി, കോളേജ് അപ്രൂവ് ചെയ്തു, ഞാൻ അഡ്മിഷൻ ഫീ പേ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഹിന്ദു കോളേജിൽ തന്നെ മതി, ഇനി സെന്റ് സ്റ്റീഫൻസിലേക്ക് പോകണ്ട തോന്നുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ഫ്രീസ് ചെയ്യാം. അപ്പോൾ എന്റെ ഹിന്ദു കോളേജിൽ ഫിസിക്സിന് കിട്ടിയിട്ടുള്ള സീറ്റ് എന്തായി, ഫ്രീസ് ആയി, ഞാൻ സേഫ് ആയി, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷേ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഹിന്ദു കോളേജ് വേണ്ട, സെന്റ് സ്റ്റീഫൻസ് കിട്ടുകയാണെങ്കിൽ നല്ല ഓപ്ഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഓപ്ഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നെക്സ്റ്റ് കമ്മിങ്
വരുന്ന അലോട്ട്മെന്റിൽ നമുക്ക് സെന്റ് സ്റ്റീഫൻസിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സെന്റ് സ്റ്റീഫൻസിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ആവും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത അലോട്ട്മെന്റിൽ നമുക്ക് സെന്റ് സ്റ്റീഫൻസിലോട്ട് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കോളേജിലെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ പോകും. ഹിന്ദു കോളേജിൽ അഡ്മിഷൻ നമ്മളുടെ പോയി. പിന്നെ നമ്മൾ സെന്റ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. പിന്നെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. അപ്പൊ നമ്മൾ ഈ അപ്ഗ്രേഡ് ഓപ്ഷൻ, നമുക്ക് ഒരു കോളേജിൽ നമ്മൾ സീറ്റ് കിട്ടി സേഫ് ആയി കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഹയർ ഓപ്ഷൻസ് നമ്മൾ അത്രയും നോക്കിയാണെങ്കിൽ മാത്രം നമ്മൾ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനിയിപ്പോ മേലോട്ട് ഒരു 5 or 6 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റീഓർഡർ ചെയ്യാനും അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ചോയ്സ് നമുക്കപ്പോൾ ഉണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. 3 ഫേസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇനി കോമൺ ആയിട്ട് നമുക്ക് വരാറുള്ള മിസ്റ്റേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അതായത് CUT സബ്ജക്ട് കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. ഓരോ കോഴ്സിനും ആവശ്യമുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നമ്മൾ CUTക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ പ്രിഫറൻസ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. അതായത് നമ്മൾ ഓരോ തവണ പ്രിഫറൻസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഓർഡർ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ മറക്കരുത്, പ്രിഫറൻസ് സേവ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ പറഞ്ഞു ഓരോ ഫേസ് കഴിഞ്ഞിട്ടും ഈ 3rd ഫേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലോഗിൻ ചെയ്ത് നോക്കണം. നമ്മുടെ CSIS പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കണം. കോളേജ് ഏതെങ്കിലും കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ ഡാഷ്ബോർഡിലാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കൽ നിർബന്ധമാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് കമ്മിങ് മൺഡേ ആണ്, 14th ജൂലൈ ആണ്. അത് ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഫസ്റ്റ് ഫേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവര് രജിസ്റ്റർ ചെയ്യാം. ഇനി രജിസ്റ്റർ ചെയ്തിട്ട് പ്രിഫറൻസ് കൊടുക്കാനുള്ളവര് പ്രിഫറൻസ് കൊടുക്കുമെല്ലാം സൂക്ഷിച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഏത് കോഴ്സ് ഏത് കോളേജിൽ നിന്നൊരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് കൊടുക്കാൻ ഒരു ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കോളേജിലുണ്ട്. 50-60 കോളേജിലൊക്കെ നമുക്ക് ഫിസിക്സിന്റെ കോഴ്സ് കാണാം. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയും നല്ല കോളേജിൽ നമ്മുടെ മാർക്ക് വെച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള അത്രയും നല്ല ഓപ്ഷൻസ് നമ്മുടെ പ്രിഫറൻസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയൊക്കെയാണ്. പിന്നെ ഒഫീഷ്യൽ പോർട്ടലാണ് കൊടുത്തിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ. അതുപോലെ എന്തെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫീ പേ ചെയ്യുമ്പോഴോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഇമെയിൽ ഉണ്ട്. ഈ ഇമെയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. ഡൽഹി യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു UPSC അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗ്രേറ്റ് ചോയ്സ് ആണ്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ അത്രയും നല്ലൊരു മാറ്റമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്.